ഹലോ ഹായ് മലയാളി വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഒരു ക്രീം ബണ്ണിന്റെ റെസിപ്പിയാണ് കാണിക്കുന്നത്. ഇത് തയ്യാറാക്കാനായിട്ട് ഓവനോ ബീറ്ററോ ഒന്നും തന്നെ വേണ്ട. വളരെ സിമ്പിളായിട്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ക്രീം ബണ്ണ് നമുക്ക് തയ്യാറാക്കി എടുക്കാം. ആദ്യം ഒരു ബൗളിലേക്ക് ചെറിയ ചൂടുള്ള പാല് ചേർത്ത് കൊടുക്കുകയാണ്. ഞാനിതിലേക്ക് ഒരു 1/4 കപ്പും കൂടെ ഒരു 2 ടേബിൾ സ്പൂൺ പാലുമാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഈസ്റ്റ് ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ കൂടെ 1/2 ടീസ്പൂൺ പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കുകയാണ്. ഇത്രയും കൂടി ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു 10 മിനിറ്റ് മാറ്റി വെക്കണം. ഇനി ഈ ഒരു ബൗളിലേക്ക് 1 കപ്പ് മൈദ ഇട്ട് കൊടുക്കാം. മാവ് കുഴച്ചെടുക്കാൻ കണക്കിനുള്ള ബൗൾ വേണം എടുക്കാൻ. ഞാനിവിടെ 250 ml കപ്പിലാണ് 1 കപ്പ് മൈദ എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഒരു നുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഇതിലേക്ക് ഈസ്റ്റ് മിക്സ് ചെയ്തിട്ടുള്ള പാലാണ് ചേർത്ത് കൊടുക്കുന്നത്. അത് 10 മിനിറ്റ് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ പകുതി ആദ്യം ചേർത്ത് കൊടുക്കാം. ഇത് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ട് ബാക്കി പാല് ചേർത്താൽ മതി. ഇനി ബാക്കിയുള്ള പാല് മുഴുവനായിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. എന്നിട്ട് നല്ല പോലെ ഒന്ന് കുഴച്ചെടുക്കാം. ഈസ്റ്റ് മിക്സ് ചെയ്ത് ഈ പാല് ചേർത്തിട്ട് നല്ല കട്ടിയായിട്ടാണ് മാവിരിക്കുന്നതെങ്കിൽ എക്സ്ട്രാ പാല് ചേർത്ത് കൊടുക്കാം. 1-2 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്താൽ മതി. എന്നിട്ട് നല്ല മയത്തിൽ കുഴച്ചെടുക്കാം. ഞാനിതിലേക്ക് എക്സ്ട്രാ പാലൊന്നും ചേർത്തിട്ടില്ല. അല്ലാതെ തന്നെ കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. നമ്മൾ ചപ്പാത്തിക്കൊക്കെ മാവ് കുഴയ്ക്കുന്നേക്കാളും കുറച്ചുകൂടി മയത്തിൽ വേണം ഇത് കുഴച്ചെടുക്കാനായിട്ട്. ഈ ഒരു കണക്കിന് കിട്ടിക്കഴിഞ്ഞാൽ ഇനി ഇതിലേക്ക് ബട്ടർ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ അൺസോൾട്ടഡ് ബട്ടറാണ് എടുത്തിട്ടുള്ളത്. 1.5 ടേബിൾ സ്പൂൺ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. ബട്ടർ നന്നായിട്ട് തണുപ്പ് മാറിയിട്ട് വേണം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ. ബട്ടറും കൂടി ചേർത്തിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ മാവിൻ്റെ ആ ഒരു പരുവം കാണുമ്പോൾ തന്നെ അറിയാം ചപ്പാത്തി മാവിനേക്കാളും കുറച്ചുകൂടി ലൂസായിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ ഈ ഒരു കണക്കിന് കുഴച്ച് കഴിഞ്ഞാൽ ഇനി ഇത് കുറച്ച് നേരം ഒന്ന് മാറ്റി വെക്കണം. അപ്പോൾ ഏത് ബൗളിലാണോ മാറ്റി വെക്കുന്നത് അതിലാദ്യം കുറച്ച് ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. സൺഫ്ലവർ ഓയിലാണ് എടുത്തിട്ടുള്ളത്. ഏതെങ്കിലും ഒരു റിഫൈൻഡ് ഓയിൽ എടുത്താൽ മതി. ഇതിലേക്ക് നമ്മൾ കുഴച്ച് വെച്ചിട്ടുള്ള മാവ് വെച്ച് കൊടുക്കാം. എന്നിട്ട് മാവിൻ്റെ മേളിലും കൂടി കുറച്ച് ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി ഈ മാവ് നല്ല പോലെ ഒന്ന് കവർ ചെയ്ത് വെക്കണം. അതിനായിട്ട് ഞാനിവിടെ നനവുള്ളൊരു കോട്ടൺ തുണിയാണ് എടുത്തിട്ടുള്ളത്. അത് ഇതുപോലെ വെച്ച് നന്നായിട്ടൊന്ന് കവർ ചെയ്തെടുക്കാം. അപ്പോൾ ഇത് 3 മണിക്കൂറെങ്കിലും മാറ്റി വെക്കണം. അപ്പോഴാണ് മാവ് നന്നായിട്ട് പൊങ്ങി വരുന്നത്. അപ്പോൾ 3 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. മാവ് നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി ഇത് നല്ല സോഫ്റ്റായിട്ട് ഒന്നുകൂടി കുഴച്ചെടുക്കാം. അപ്പോൾ മാവ് നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിൽ നിന്ന് ഓരോ പീസായിട്ട് നമുക്ക് ഉരുട്ടിയെടുക്കാം. ഇത് 1 കപ്പ് മാവാണുള്ളത്. ഏകദേശം ഒരു 5 എണ്ണത്തിന് കണക്കിനാണ് ഞാൻ എടുക്കുന്നത്. അപ്പോൾ ഇതുപോലെ ഉരുളകൾ വയ്ക്കുമ്പോഴത്തേക്കും ഒട്ടിപ്പിടിക്കാതെ നീക്കി വേണം വയ്ക്കാനായിട്ട്. നമ്മൾ കുറച്ച് നേരം കൂടി ഇത് മാറ്റി വയ്ക്കുന്നുണ്ട്. ആ ഒരു ടൈമിൽ കുറച്ചുകൂടി ഒന്ന് മാവ് പൊങ്ങി വരും. അപ്പോൾ ഇനി ഇത് നനഞ്ഞ തുണി കൊണ്ട് തന്നെ ഒന്ന് കവർ ചെയ്ത് കൊടുക്കാം. എന്നിട്ടൊരു 1/2 മണിക്കൂർ മാറ്റി വയ്ക്കുകയാണ്. അപ്പോൾ ഇത് 1/2 മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇത് നല്ല പോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇനി ഈ ഒരു പാനിലാണ് ഞാൻ ഫ്രൈ ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള എണ്ണ ഒഴിച്ചു കൊടുക്കാം. സൺഫ്ലവർ ഓയിലാണ് എടുത്തിട്ടുള്ളത്. എണ്ണ ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്ക് മീഡിയം ഫ്ലെയിമിലാക്കിയിട്ട് ഓരോ ഉരുളകളായിട്ട് ഇട്ട് കൊടുക്കാം. ഇത് ചെറിയ തീയിൽ വെച്ചിട്ട് വേണം വേവിച്ചെടുക്കാൻ. അല്ലാന്നുണ്ടെങ്കിൽ അകം വെന്ത് കിട്ടില്ല. അപ്പോൾ ചെറിയ തീയിൽ വെച്ചിട്ട് തിരിച്ച് മറിച്ചു വിട്ട് നല്ല പോലെ ഫ്രൈ ചെയ്തെടുക്കാം. ഞാനിത് ലോയുടെയും മീഡിയത്തിൻ്റെ ഇടയിലാണ് വെച്ചിരിക്കുന്നത്. പുറം 2 സൈഡും ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. അതുപോലെ അകവും നന്നായിട്ട് വെന്തിട്ടുണ്ടാവും. നമ്മൾ ചെറിയ തീയിൽ തന്നെ വെച്ച് വേവിക്കണം. എന്നാലേ അകം നല്ല പോലെ വെന്ത് കിട്ടുള്ളൂ. ഇനി ഇത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. അപ്പോൾ ഈ ഒരു കണക്കിന് തന്നെ ബാക്കിയുള്ളതും ഫ്രൈ ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഇവിടെ 5 ബട്ടർ ബണ്ണും റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇത് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം. ഇതിൻ്റെ അകത്തായിട്ട് ക്രീം വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ തണുത്ത ശേഷമാണ് ക്രീം വെച്ച് കൊടുക്കേണ്ടത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ക്രീം റെഡിയാക്കി എടുക്കാം. അതിനായിട്ട് ഒരു ബൗളിലേക്ക് 2 ടേബിൾ സ്പൂൺ ബട്ടർ ഇട്ട് കൊടുക്കുകയാണ്. ബട്ടർ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. നല്ല സോഫ്റ്റ് ആക്കി എടുക്കണം. വിസ്ക് വെച്ചിട്ടാണ് മിക്സ് ചെയ്ത് എടുക്കുന്നത്. ഇതിന് പകരമായിട്ട് സ്പൂണോ ഫോർക്കോ ഉപയോഗിച്ചാൽ മതി. എന്നിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് സോഫ്റ്റ് ആക്കി എടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 1/4 കപ്പ് പൊടിച്ച പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത്. പൊടിച്ച ശേഷമുള്ള അളവാണ് 1/4 കപ്പ്. ഇതിൻ്റെ കൂടെ തന്നെ ഒരു 1/2 ടേബിൾ സ്പൂൺ പാലും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ല പോലെ മിക്സ് ചെയ്ത് നല്ല സോഫ്റ്റ് ആക്കി എടുക്കണം. അപ്പോൾ ക്രീം റെഡി ആയിട്ടുണ്ട്. നല്ല പോലെ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇത് ബണ്ണിൻ്റെ അകത്ത് വെച്ച് കൊടുക്കണം. അപ്പോൾ ബണ്ണ് നന്നായിട്ട് തണുത്തിട്ട് വേണം ഇത് വെച്ച് കൊടുക്കാൻ. അല്ലെങ്കിൽ ഇത് പെട്ടെന്ന് മെൽറ്റായി പോവും. അപ്പോൾ ഒരു ബണ്ണ് എടുക്കുക. അത് നടുവിലായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് അതിൻ്റെ അകത്തായിട്ട് ഈ ക്രീം വെച്ച് കൊടുക്കുക. എല്ലാം ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം.
ഇപ്പോൾ ഇതാ വളരെ ടേസ്റ്റി ആയിട്ടുള്ള നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ബട്ടർ ബണ്ണാണ്. ആ മാവ് പൊങ്ങി വരാനായിട്ട് നമ്മൾ മാറ്റി വയ്ക്കുന്ന സമയമാണ് ഇതിലെ എടുക്കുന്നത്. ബാക്കി നമുക്ക് തയ്യാറാക്കി എടുക്കാനൊക്കെ നല്ല ഈസിയാണ്. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.